ഇറാൻ യുദ്ധം വളരെ വേഗത്തിൽ തീരുമെന്നും ലളിതമായിരിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ബോധ്യപ്പെടുത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇതിലൊരു വിശദീകരണം നൽകിയിരിക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ. 2 മാസത്തിലേറെ തുടരുന്ന സംഘർഷത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ പ്രതികരണം എത്തുന്നത്. എളുപ്പം തീരുന്ന ഒരു യുദ്ധം എന്ന തെറ്റിദ്ധാരണ നെതന്യാഹു ട്രംപിന് നൽകിയിരുന്നു. ഹോർമുസിലെ അപകട സാധ്യതകളെ നെതന്യാഹു വില കുറച്ച് കാണുകയായിരുന്നു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനിൽ യുദ്ധം നടത്തുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് താൻ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി നെതന്യാഹു ഒരു TV അഭിമുഖത്തിൽ പറഞ്ഞു. CBS ചാനലിന്റെ 60 മിനിറ്റ്സ് എന്ന പരിപാടിയിൽ മേജർ ഗാരറ്റ്സിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി 11-ന് ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുൻപ് വൈറ്റ് ഹൌസിൽ നടന്ന രഹസ്യ ചർച്ചകളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഇറാനെതിരെയുള്ള യുദ്ധം അത്ര പ്രയാസമുള്ളതല്ല എന്നും ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ മാറ്റാൻ സഹായിക്കുമെന്നും നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തിയതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി. താൻ തുടക്കം മുതലേ ഈ യുദ്ധത്തിന്റെ ഗൗരവത്തെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ബോധവാനായിരുന്നു എന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഒരു സൈനിക നീക്കം നടത്തിയാൽ ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ട്രംപിനോട് ഉറപ്പിച്ചു പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇക്കാര്യം നെതന്യാഹു നിഷേധിച്ചു. യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ അപകടകരമെന്ന് താൻ വാദിച്ചതായും സൈനിക നടപടിയിലെ അനിശ്ചിതത്വത്തെക്കുറിച്ച് ട്രംപിനെ ബോധിപ്പിച്ചിരുന്നതായും നെതന്യാഹു പറയുന്നു. ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകളിൽ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ച പോലെ നടക്കില്ലെന്ന ബോധ്യം തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനെ പരാജയപ്പെടുത്തുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണം നടത്തുന്നതിൽ അപകടമുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് അതിനേക്കാൾ വലിയ അപകടമാണ് വരുത്തിവെക്കുക എന്നും ഈ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഹോർമുസ് പാത അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ സാധ്യതകളും അവിടെ ഇസ്രായേലിന്റെ നിലപാടും അഭിമുഖത്തിൽ പ്രധാന വിഷയമായി. ഇറാനെതിരെയുള്ള ആക്രമണം വൻ വിജയം നൽകുമെന്നും ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ നിയന്ത്രണം അവസാനിക്കുമെന്നും നെതന്യാഹുവും സംഘവും വിശ്വസിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ യുദ്ധം പുരോഗമിക്കവേ ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം ലോകത്തിന് ബോധ്യപ്പെട്ടതായി നെതന്യാഹു ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ആർക്കും പൂർണ്ണമായി ദീർഘവീക്ഷണമില്ല എന്നായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി. സാഹചര്യങ്ങൾ ഇത്രത്തോളം സങ്കീർണമാകുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയില്ലെന്ന ഈ വാദം അമേരിക്കൻ നയതന്ത്രജ്ഞർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണെന്നും എന്നാൽ അത് വ്യാപിക്കാതിരിക്കാൻ വേണ്ട കരുതൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്നും വാഷിംഗ്ടണിലെ ഒരു വിഭാഗം വിദഗ്ധർ വിമർശിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇസ്രായേലിന് തെറ്റ് പറ്റിയോ എന്ന ചോദ്യത്തിന് തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കാതെയാണ് നെതന്യാഹു മറുപടി നൽകിയത്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ നിലവിലെ വിവാദം നിർണായകമായേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ചകൾക്കും ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ട്രംപ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.